കുറച്ച് ദിവസം പനിയായിപ്പോയി, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഓടിയിട്ടില്ല നമ്മൾ. അപ്പോൾ ഇന്ന് എന്തായാലും 1000 രൂപയ്ക്ക് നമ്മൾ ഓടും. ഇന്ന് എന്ത് വന്നാലും നമ്മൾ 1000 രൂപയ്ക്ക് ഓടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് 8-ാം തീയതിയായേ. ഇന്ന് തൊട്ട് വേണം നമ്മൾ ശരിക്കും ഏൺ ചെയ്ത് തുടങ്ങാൻ. ഈ മാസം ഇത്രയും ദിവസം ഉഴപ്പി, സത്യം പറഞ്ഞാൽ ഒരു 3-4 ദിവസം പനിയായിട്ട് പോയി. പിന്നെ ഓടി തുടങ്ങിയപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും ഓടിയില്ല. അപ്പോൾ ഇന്ന് തൊട്ട് വേണം നമ്മൾ ഓടാം. ഇന്ന് നമ്മൾ 1000 രൂപ അടിക്കും ഉള്ളൂ. അങ്ങനെയെല്ലാം ഉണ്ട്. മറ്റേ കവറില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, ഇന്നത്തെ ദിവസത്തെ 4ാമത്തെ ഓർഡറാണേ. അത് കുറച്ച് കനത്തുപോയി. സാധനം ഒരു 10 കിലോ അരി ഞാൻ ടാങ്കിൻ്റെ മണ്ടയ്ക്കും കിടത്തി. പിന്നെ ബാക്കി സാധനങ്ങൾ ബാഗിലുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ തെറ്റിപ്പോയി. ഞാൻ ഒരുപാട് ഫ്രണ്ടിലോട്ട് വന്നു. ഇനി ഒരു 2 കിലോമീറ്റർ പുറകോട്ട് പോയാലേ സ്ഥലത്തെത്തുള്ളൂ. മാപ്പ് നോക്കി പോയതാണ്. അഡ്രസ്സും കറക്റ്റ് ആയിരുന്നില്ല കൊടുത്തത്. സാരമില്ല, 4ാമത്തെ ഓർഡറായി. ഈ ഓർഡറിന് എങ്ങനെ പോയാലും നമുക്ക് 45 രൂപ കിട്ടും. ഓക്കെ, എല്ലാം ഉണ്ട്. ഒറ്റ ഓർഡറല്ലേ ഉള്ളൂ. ആഫ്റ്റർ എ ലോങ് ടൈം ഫ്ലാറ്റിൽ ഓർഡർ കിട്ടിയിരിക്കുകയാണ്. കുറേ നാളായി ഫ്ലാറ്റിൽ ഓർഡർ കൊടുക്കാൻ പോയിട്ട്. ഇനി ഒരുപാട് വട്ടം വന്നിട്ടുള്ള ഫ്ലാറ്റാണ്. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും കൊടുത്തിട്ടില്ല. മറ്റേ കവറില്ല. ഓക്കെ അല്ലേ? ഒറ്റ ഓർഡറല്ലേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഗൈസ്. തുടർച്ചയായിട്ട് 3 ലോങ് ഓർഡർ കിട്ടി. അതായത് ലോങ് ഡിസ്റ്റൻസ് 4 to 5 കിലോമീറ്ററാണ് ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഒരു മിററുണ്ട്. ഞാനെപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ മിറർ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് മിററല്ല, ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ബൈ ബൈ.
ചോളം പുതിയതേനെ ഇന്ന് വന്നോ. അങ്ങനെ ആദ്യത്തെ 10 ഓർഡർ കൊടുത്തപ്പോൾ 480 രൂപയായി. ഒരു 20 രൂപ കൂടെ സെറ്റായ 500 രൂപയായി. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 11 ഓർഡർ 12 ഓർഡർ കൂടി ഇനി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 1000 രൂപ നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഒരു 21 ഓർഡർ എടുത്താലും ഇൻസെൻറ്റീവ് കൂടി ഉണ്ട്. 120 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ പെട്രോൾ എക്സ്പെൻസ് അതിലങ്ങ് പോകും. അപ്പോൾ നമുക്ക് 1000 രൂപ അടിക്കാൻ പറ്റുമോ നോക്കാം. ടോട്ടൽ 10 ഓർഡർ എടുത്തു ഗൈസ്. പിന്നെ ഞാൻ കയറി കഴിക്കാൻ പോകുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, സോ കഴിക്കാൻ കയറി. ഇന്ന് കഴിക്കുന്നത് ഇന്നത്തെ പോലെ തന്നെ പൊറോട്ടയും കടലക്കറി. നല്ല കോമ്പിനേഷൻ അല്ലേ? കഴിച്ചിട്ട് വരാം. ഒരു കപ്പ് കിട്ടി ഗായ്സ്. വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണു. എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. നിറം വന്നു ലൂസായി. ചെറിയ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്, ഇൻഡിക്കേറ്റർ പൊട്ടി ഗൈസ്. ഷിറ്റ്. ഇനി ഇത് മാറേണ്ടി വരും. വേറെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇൻഡിക്കേറ്റർ പൊട്ടി. ചരളായിരുന്നടേ, ചറക്കിപ്പോയി. സാരല്ല, എനിക്കൊന്നും പറ്റില്ലല്ലോ. ബട്ട് ഇൻഡിക്കേറ്റർ പോയി. ബില്ലും പേരയിലുണ്ട് കേട്ടോ. അത് 3 കൊല്ലം തന്നെ. സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ജിയോ മാർട്ട് ഓർഡേഴ്സ് കൊടുക്കാറുണ്ട്. അതായത് 24 ഹവേഴ്സിനകത്ത് എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾഡ് ഓർഡർ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോകുന്ന വഴിയാണ്. ഇത് എൻ്റെ ബാഗിനകത്താണ് ഗൈസ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അമ്മേ, ഇതുകൊണ്ട് ഇറങ്ങുന്നതും കയറുന്നതുമാണേ പാട്. ആകെ 4 ഐറ്റമേ ഉള്ളൂ, പക്ഷേ നല്ല കനമുണ്ട്. വെയിറ്റ് തറയിലെടുത്ത് വയ്ക്കട്ടെ. ഇതാണ് ബാഗ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ 2 സിബ് മുഴുവനായിട്ട് അടയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സാധനമാണ്. കണ്ടോ? 4 സ്ഥലത്തേക്കുള്ള 4 വീട്ടിലേക്കുള്ള സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ ബാഗ് നിറഞ്ഞു. ഞാൻ 2 പേരുടെ സഹായത്തിലാണ് ഇത് ഷോപ്പിൽ നിന്നെടുത്ത് എൻ്റെ തോളിൽ കയറ്റിയത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് തറയിട്ടതാണ്. പിന്നെ ഇത് എടുത്ത് തിരിച്ച് കയറ്റണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് ഡെലിവറി എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നിൽക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്ക് ഗൈസ്, സൺസെറ്റ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ട കസ്റ്റമറിൻ്റെ വീട്. എന്ത് ലക്കിയല്ലേ, ഇന്ന് വൈകുന്നേരം സൺസെറ്റ് കാണാം, കായൽ, വൈബ്. വാവ്, റിയലി ലക്കി. അതിപ്പം ആപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ ലൊക്കേഷനൊന്നും 10 മിനിറ്റിനകത്ത് കിട്ടൂല. എന്നുവെച്ചാൽ മാക്സിമം 10 മിനിറ്റിനകത്ത് എത്തുന്ന തരത്തിലുള്ള ലൊക്കേഷൻസിലേ കൊണ്ട് കൊടുക്കൂ. അപ്പം നമുക്ക് റിസ്ക് അല്ലേ 10 മിനിറ്റ് കൊണ്ട് ഓടി എത്താൻ, ദൂരമാണെങ്കിൽ. ഓക്കെ, 37. ഇനി ഇത് വീണ്ടും എടുത്ത് തോളി കയറ്റണം. ബൈക്കിൽ കിടന്നിട്ടില്ല. പോവാം.
ട്യൂഷനോ ഇതാ അതല്ലടാ, അത് വേറൊരാളുടെ. അത് വേണോ നിനക്ക്? ഏയ് അത് രണ്ടും എൻ്റെതാ. ഇതാ നിൻ്റെത്. അടിപൊളി, ഞാൻ എടുത്തോളാം. ഓക്കെ. ഇതെൻ്റെ ഓർഡറാണ് വീട്ടിലത്തേക്കുള്ള സാധനം. ഇത് കസ്റ്റമറിന്. സെറ്റ്. അങ്ങനെ 2 ഐറ്റം പറഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് പറഞ്ഞ്. ഇനി ഒരെണ്ണം കസ്റ്റമറിന് കൊടുക്കണം, പിന്നെ ഒരെണ്ണം എൻ്റെ വീട്ടിലെത്തേക്കാം. ഇവിടെ നിന്ന് പോവാം. ഇന്നത്തെ ലാസ്റ്റ് ഓർഡറാണേ. ഓഹോ, ഇന്ന് ലാസ്റ്റത്തെ ഓർഡർ. അപ്പോൾ ആ ഓർഡറോട് കൂടി ഇന്നത്തെ എൻ്റെ ജോലി അവസാനിച്ച്. സമയം 7 മണിയായി, ഇനി വീട്ടിൽ പോകണം. അപ്പം ഈ കണ്ടതാണ് ഷെഡ്യൂൾഡ് ഡെലിവറി. ഓക്കെ. 24 hours എപ്പോഴെങ്കിലും കൊണ്ടു കൊടുത്താൽ ഒരു റൂട്ടിൽ തന്നെ ഒരുപാട് ഓർഡേഴ്സ് കൊണ്ടു കൊടുക്കാം. പക്ഷേ ഒരു ഓർഡറിന് 35 രൂപ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.